നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ചില പീഡന രംഗങ്ങളുണ്ട്. ആ പീഡന രംഗങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായി വാർത്ത കാണുമ്പോൾ ഞാൻ കരുതി ഇത് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ആയിരിക്കും എന്നാണ്. അത് തലസ്ഥാന ജില്ലയിൽ, അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യം. ഒന്ന് ആലോചിക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പും മുൻകരുതലും ഒക്കെയാണെന്നറിയാം. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് കുറേ നാൾ മുമ്പാണ്, ഇപ്പോഴല്ല. അത് കുറേ നാളാണ്, 2 വർഷം നീണ്ട ഇതാണ്. എനിക്ക് ഇത് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഈ ജോയ്സി ഉണ്ട്, നോവലിസ്റ്റ്. ഈ ജോസി വാഗമറ്റം എന്ന പേരിൽ കഥകൾ എഴുതാം, ത്രില്ലർ എഴുതാം. അപ്പോൾ ഈ ത്രില്ലറിൻ്റെ ഒരു പതിവ് രീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു നായകൻ ആദ്യം ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വരും. അതിനുശേഷം ആദ്യത്തെ ഒരു ഹാഫ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു നോവലെന്ന് പറയുന്നത് ഖണ്ഡശ വാരികെ വരുമ്പോൾ ഒരു 200-250 ലക്കം വരും ഒരു നോവൽ. അതിലൊരു 150 ഒരു 180 ലക്കം വരെ ഈ നായകന് പറ്റുന്ന ദുരിതങ്ങളാണ്. അയാളെ എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നു. അതിനുശേഷം ഈ നായകൻ്റെ ഒരു പകവീട്ടലുണ്ട്. ഈ പകവീട്ടുമ്പോൾ ആ പകവീട്ടലിലാണ് ജോയ്സിയുടെ നോവലിൻ്റെ സകല വായനാ സുഖമുള്ളത്. ഈ നമ്മളൊരു മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള പകവീട്ടലുകളാണ് പുള്ളിയുടെ. എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഇദ്ദേഹത്തിനെ കൊണ്ടൊരു നല്ല ഒരു കുറ്റകൃത്യം ചെയ്യാൻ പറ്റും, തെളിവ് നശിപ്പിച്ചു. ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോയ്സിയുടെ പല നോവലുകളിലും ആ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ളത് ഉണ്ട്. സമാനമല്ല, പ്രതികാര നടപടിയുണ്ട്. അതായത് എങ്ങനെ ഒരാൾക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിൽ ഈ വില്ലന്മാരെ ഓരോ നായകൻ ഇങ്ങനെ ഓരോ തവണയായിട്ട് കൊല്ലുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതികളിൽ പറയുന്ന ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ സൗണ്ട് പ്രൂഫുള്ള ഒരു മുറി അവിടെ കൊണ്ടുചെല്ലുന്നു, വില്ലന്മാരെ കൊണ്ടുചെല്ലുന്നു, ഈ കൈ കൊടിൽ വെച്ച് ഒട്ടിക്കുന്നു, വിരലൊടിക്കുന്നു, കുത്തിക്കയറ്റുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരാളെ ഒരു മുറിക്കുള്ളിൽ കഴുത്തിലൊരു കുടുക്കിട്ടിട്ട് ഒരു കസേര കയറ്റി നിർത്തിയിട്ട് അയാളുടെ ഈ കയറ് ഡോറിൻ്റെ ലോക്കുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക. എന്നിട്ട് ഇതിലെ വില്ലനെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പനും മകനും വില്ലനാണെന്ന് വിചാരിച്ചോളൂ. ഈ വില്ലൻ്റെ പ്രധാന വില്ലനെ ആയിരിക്കും തൂക്കിയിരിക്കുന്നത്. അപ്പം മകനെ എന്നിട്ട് ഇവിടേക്ക് വിളിച്ചു വരുന്നു. മകൻ വന്ന് ഇതങ്ങ് തുറക്കുന്നുണ്ടേ ഈ അച്ഛൻ തൂങ്ങിയങ്ങാട്, അന്നേരം അയാൾ മരിക്കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന ഒരു അപ്പം ഞങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഇദ്ദേഹത്തിന് ഭയങ്കര അദ്ദേഹത്തിന്റെ ഭാവനയിലാണ്, അത് ഭയങ്കര ബുദ്ധിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ രംഗങ്ങളൊക്കെ ആവിഷ്കരിച്ചാൽ ഒരു തെളിവുമില്ല, കൊലപാതകം നടത്താം, അല്ലെങ്കിൽ ഒരുത്തിനിട്ട് പണിയേണ്ടത് പണിയാം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഏതാണ്ട് അതേ മോഡലിലാണ് ഇന്നലെ ഇപ്പം ഈ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മകനെയും തട്ടിക്കൊണ്ടു. അത് 2 വർഷമായിട്ടുള്ള വിഷയമാണെന്ന് നമ്മൾ പിന്നീടാണ് അറിയുന്നത്. ഈ സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അയാളുടെ പേര് അനിൽകുമാർ, ഈ മർദ്ദനമേറ്റയാളുടെ പേര്. മാത്രമല്ല ഈ എന്താണ് ഈ അച്ഛനെ മകനെ കൊണ്ടുപോയപ്പം ഈ അച്ഛൻ്റെ കൂടെ അയാളെ ഭാര്യയും കൂടെ കൊണ്ടുപോകാൻ. അതാണ് ഈ അയാൾ ഒരു മേസ്തിരി പണിക്കാരനാണ്. അയാളുടെ മകളെ ഇയാൾ വിവാഹം ആലോചിച്ചിട്ട് ഇവർ അന്വേഷിക്കും. ഈ സുധീഷ് കുമാർ ആളത്ര നല്ലവനല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവരത് വേണ്ടെന്ന് വയ്ക്കുന്നു. ഇവൻ വീണ്ടും സമ്മർദ്ദം തുടരുന്നു. ഇവർ പറ്റത്തില്ല എന്ന് പറയുന്നു. ഈ പെൺകുട്ടിയുടെ വിവാഹം വേറൊരാളുമായിട്ട് നിശ്ചയിച്ച് ഏകദേശം നിശ്ചയത്തിലെങ്ങാണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും. ഇവർ 2 വർഷമായിട്ട് ഇവർ ആസൂത്രണം ചെയ്യാണ് ഈ തന്തയെ കാച്ചാൻ വേണ്ടി. അതിന് ഇവന്മാരെന്ന് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ വീട് റിനോവേറ്റ് ചെയ്യണം, ഇതെങ്ങനെയൊക്കെയാണ്, ഇപ്പം ഗൾഫിൽ നിന്ന് പൈസ വന്നാൽ മതി, ഇതാണെന്ന് പറഞ്ഞ് ഇയാളെ അവിടെ കൊണ്ടുപോയില്ലാണ്. അപ്പോൾ അയാൾക്ക് സംശയമില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ശരി ചേട്ടാ ഞങ്ങൾ വിളിക്കാം, പിന്നെ പൈസ ആകുമ്പോഴത്തേക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇയാളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇവന്മാർ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇവരെ അവിടെ എന്ത് ചെയ്തു, ആ വീടിനകത്ത് ഇവന്മാർ ഒരു സൗണ്ട് പ്രൂഫ് മുറി ഉണ്ടാക്കി. നമ്മുടെ ചാനൽ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ സൗണ്ട് പ്രൂഫ് ഉണ്ടാക്കുന്നത് പോലെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഗ്ലാസ് കൊണ്ടൊരു മുറി, ഗ്ലാസ് ഇട്ടാണ് ഈ സൗണ്ട് പ്രൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ജയൻ്റെ ഒരു പഴയ സിനിമയാണ് ആവേശ സിനിമയിൽ ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സ് പോലൊന്നും ഒരു സിനിമയിലും ഇറങ്ങിയിട്ടില്ല. അത് അസാധ്യ ക്ലൈമാക്സ് അല്ലേ. കണ്ണാടിയാണ് മുഴുവൻ. ഒരു കണ്ണാടിയിൽ 2 പ്രതിബിംബങ്ങൾ തെളിഞ്ഞിട്ട് അവരവിടെ കിടന്ന് ആ സിനിമ നമ്മൾ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോഴേ ആ സിനിമ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വായുമ്പോൾ എം എൻ നമ്പ്യാരും ജയനുമാണ്. ആ രീതിയിൽ ഇവരവിടെ ചെല്ലുമ്പോൾ ഇതിനകത്ത് കണ്ണാടി വെച്ച് അടച്ചിരിക്കുകയാണ്. അടച്ചിട്ട് ഇയാളെ അവിടെ ഇട്ട് ഈ പറഞ്ഞ രീതി, ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിൽ ഇയാളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. ഈ പീഡിപ്പിച്ചതിന് ശേഷം ഇയാളെ കൊണ്ട് ഈ മകനെ വിളിപ്പിക്കുന്നു.
നീ ഇന്ന സ്ഥലത്ത് വരെ വരണം, ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ മകൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് മകനെയും ക്രൂരമായിട്ട്, അപ്പം ഇതിൻ്റെ കൈ കൊടിൽ വെച്ച് കൈയുടെ വിരൽ ഒടിച്ചു. ഈ അച്ഛൻ്റെ കൈ ഉമ്മാർ തല്ലി ഒടിച്ചു. എന്നിട്ട് ഇനി ഇവൻ്റെ അമ്മയെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഇവനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. ഇവന്മാർ കാവലിൽ മിണ്ടിപ്പോരുത്, അമ്മയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഈ പയ്യൻ അമ്മയോട് പറഞ്ഞു, ആ അമ്മ ഞങ്ങളോട് വലിയ കൊല്ലുകൊല പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ ബുദ്ധിമതിയായിരുന്നു. അമ്മ അപ്പം തന്നെ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പരിപാടി, അവർ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അപ്പോഴത്തേക്ക് ഇവന്മാർക്ക് സൂചന കിട്ടി. ഇവന്മാർ അവിടെ വന്ന പോലീസ് കിടുങ്ങിപ്പോയി. പണ്ടത്തെ കൊള്ളസങ്കേതം ഉണ്ടല്ലോ സിനിമകളിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലെ കൊള്ളസങ്കേതം പോലെ. അതെ, ഇടിമുറി, ഇടിക്കട്ട, കേട്ടുകേൾവിയില്ലാത്ത അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളം പോലൊരു സംസ്ഥാനത്ത് സിനിമയിൽ മാത്രം നമ്മൾ ശീലിച്ചിട്ടുള്ള ടോർച്ചർ റൂംസ്, ഇങ്ങനൊരു റൂമൊന്നും ഇല്ല ശരിക്കും. അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അയാളെ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, ഈ പെൺകുട്ടി ഇവന് വിവാഹം കഴിച്ച് കൊടുത്തിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു? അവൻ സൈക്കോയാണ്. ഇവനെ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഇത് ചെയ്യാൻ എളുപ്പം. പക്ഷേ 2.5 ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടത്തിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടി. ഇതിൽ ഒരു പ്രതിയുടെ അമ്മൂമ്മയുടെ വീടാ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ്. കേരളം എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്, പിണറായി വിജയൻ പറഞ്ഞ പോലെ. അതെ 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 അതെ, എല്ലാം മാറും കേട്ടോ എന്ന് പറഞ്ഞതല്ലേ. ഇത് നമ്മൾ സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതൊക്കെ പോലീസൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. പോലീസൊക്കെ ഇവിടെ ചെന്ന് കയറിയിട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇത്തരം ഒരു ആസൂത്രണം, മനുഷ്യരുടെയൊക്കെ ഒരു ചിന്താഗതി. നമുക്ക് പണ്ടത്തെ കാലത്ത് ഈ കിഡ്നാപ്പ് ഒരു കഥയായിരുന്നു അല്ലേ? അതെ, കിഡ്നാപ്പ് ഒരു കഥയായിരുന്നു. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് വെള്ളക്കാറിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഘം. അപ്പോൾ അന്ന് ഈ മംഗളം വാരികയിലൊക്കെ കവർ സ്റ്റോറി ആയിട്ട് വന്നു. പല സ്ഥലത്തു നിന്നും ഈ വെള്ളക്കാറും കുട്ടികളും കഥയായിട്ട് വരാൻ തുടങ്ങി. ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി പകുതി ഒഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ടു, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് കിഡ്നി എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ പിന്നീട് എന്ത് പറ്റി? എല്ലാ ബിരുദന്മാരും ഈ വെള്ളക്കാർ ഉപയോഗിക്കാത്ത. എന്താ കുട്ടികൾ ഇവന്മാർ വൈകിട്ട് കളിച്ച് നാശമായിട്ട് വീട്ടിൽ ചെല്ലും വഴക്ക് പറയുമ്പോൾ ഇവന്മാർ പമ്മി നിൽക്കും. പമ്മി നിന്ന് കഴിയുമ്പോൾ നാട്ടുകാരിങ്ങനെ തിരക്കി വിടും. ഇന്നത്തെ പോലെ ഫോണില്ല, ഇന്റർനെറ്റോ ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ ചൂട്ടുകറ്റയും വെളിച്ചമൊക്കെ ആയിട്ട് പോയി എവിടെ നിന്നേലും ഒരിടത്തുനിന്ന് എല്ലുമ്പോൾ ഈ ആശാൻ വരുന്നേ കാണാം. വരുന്നത് എന്നെ ഒരു വെള്ളക്കാറെ കറുത്ത കണ്ണാടി ഇട്ടു, അത് വെള്ളക്കാറിൽ എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കഥ അങ്ങ് മെനയായിരുന്നു. അപ്പോൾ ആ കഥ ഇപ്പോഴും എന്നിട്ട് പോലും കുട്ടികൾ ഇപ്പോഴും ഈ കഥ ഇറക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ തട്ടിക്കൊണ്ടുപോലൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊരു നമുക്ക് വിശ്വസിക്കാനാവാത്ത സംഭവമാണ്. ഒറിജിനൽ ഈ കുറ്റവാളി ഇതിന് പ്രധാനപ്പെട്ട പ്രതിയുടെ അവന്റെ കൂടെയുള്ളവരുടെ പശ്ചാത്തലം ആദ്യം അന്വേഷിക്കണം എന്താണെന്നുള്ളത്. ഇവന്മാർക്ക് ഈ 3 പേരെ അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഒന്നും അറിയില്ല ആയിരിക്കാം. അതായത് ഈ പിതാവിനെ ആദ്യം വിളിച്ചോണ്ട് പോന്നു, ചങ്ങലയിട്ട് പൂട്ടുക. ചങ്ങല കിട്ടുന്നതാണ്, ചങ്ങല വരെ റെഡിയാക്കി വെച്ചിരുന്നവർ. എല്ലാ സംഭവങ്ങളും പഴയകാല സിനിമയിലെ വില്ലന്മാരുടെ ടോർച്ചർ റൂം പോലെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇത് ഒന്ന് ആലോചിക്കുക. ഈ പ്രതികളെ കിട്ടിയാൽ ഇവന്മാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടവന്മാരാണ്. ഇവന്മാർ വെളിയിലിറങ്ങിയാലും ഇവന്മാരെ വെളിയിറങ്ങാത്ത രീതിയിൽ വേണം കേസ് അതിൻ്റെ ചെയ്ത് ഇവന്മാരെ ഒരു മിനിമം ഒരു 10-25 വർഷം ജയിലിടാനുള്ള ശിക്ഷ കൊടുക്കണം. വകുപ്പുണ്ടാന്ന് അറിഞ്ഞുവിടാം എന്തായാലും. കാരണം അത്ര ഭീകരന്മാരാണ് അവന്മാർ. മനുഷ്യനോട് പോലും ഇങ്ങനെയൊക്കെ അവർ കാണിക്കാന്ന് പറഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ? ഇത് സൈക്കോപാത്തുകളുടെ സിനിമയെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ വരുന്നതും ഓരോ ഭാഗം മുറിച്ചെടുക്കുന്നതും അതൊക്കെ സിനിമയാണ്. അത് ഒരിക്കലും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇത്തരം ഒരു മെൻറ്റാലിറ്റി ഉള്ളവന്മാർ ഒന്നുകിൽ ലഹരി മരുന്നിന് അടിമകൾ, അല്ലെങ്കിൽ ഇവന്മാർ അതുപോലത്തെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ. ഒരു കാരണവശാലും വിടാൻ. ഈ സൗണ്ട് പ്രൂഫ് മുറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു ക്രിമിനൽ മൈൻഡാണെന്ന്. എത്രയും കാശ് മുടക്കിയിരിക്കണം. അവൻ 2-2.5 ലക്ഷം രൂപ മുടക്കി അവരെ കൊല്ലാൻ തന്നെ ആയിരിക്കും. ഇത് വെറുതെ 2 അടി കൊടുത്ത് വിടാൻ വേണ്ട, ഞാൻ വേറെ സ്ഥലം ഉണ്ടല്ലോ. അതെ, കൊല്ലാൻ വേണ്ടി തന്നെ. അത് മാത്രമല്ല, അതൊരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇത്രയും വലിയൊരു ക്രൂരത അതിന്റെ പിതാവിനോട് ചെയ്യണം. പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിനാ പെൺകൊച്ചിന് ഈ അവസ്ഥ തന്നെ കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും പല സൈക്കോളെ വരെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് കൊല്ലുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ ഈ ചെയ്തവന്മാർ അതുപോലത്തെ സൈക്കോളാണ്. അല്ല, ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ചെയ്യാവുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല, ഇവന്മാർ ഈ പത്രം വായിക്കുക, വാർത്തകളൊന്നും ഒന്നും ചെയ്യാത്തവരായിരിക്കും ലോകത്തെക്കുറിച്ച്. ഇവന്മാരെ പിടിവിടുന്നാൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഇനി അവരെ വീട്ടുകാരാണ് ഇനി വെച്ചും കെട്ടിയും കോടതിയും പോലീസ് സ്റ്റേഷനും വക്കീലും ആയിട്ട് നടക്കേണ്ടത്. എന്തായാലും ഇത്തരക്കാരെ ഇതുവരെ പ്രതികളെ കെട്ടിയിട്ടില്ല, ഇവന്മാർ മുങ്ങിയിരിക്കുകയാണ്. ഉടനെ തന്നെ കേരള പോലീസ് പൊക്കുമെന്നാണ് കരുതുന്നത്. പൊക്കിയാൽ ഇവർക്ക് വെളിയിലിറങ്ങാതിരിക്കാൻ തക്ക രീതിയിലുള്ള നിയമ നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത്.